Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon all. Exam എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ? കുഴപ്പമില്ലായിരുന്നു. ഓക്കേടാ. Then നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ? മോണ്ടിസോറി, മരിയ മോണ്ടിസോറിയുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുള്ളൂ. ഓക്കേടാ. സെമിനാർ തന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. അജിത, ഫാത്തിമ, ആതിര, രശ്മി ആൻഡ് സഫീറ അവരല്ലേ? ആണ്. ഓക്കെ ഓക്കെ. ആരൊക്കെ ഉണ്ടെന്ന്? ആതിര ഉണ്ട് മാം. രശ്മി ഉണ്ട് മാം. ഓക്കെ, ആദ്യം ആതിര എടുക്കട്ടെ കേട്ടോ. ഓക്കെ മാം, പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം കേട്ടോ. 1 മിനിറ്റ് ഞാൻ. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്തോ ആതിര. Good afternoon, ma'am and friends. Myself, Adira Kiran. Today I am presenting topic Maria Montessori. Maria Montessori was born on August 31, 1870 in Chiaravalle, Italy, and grew up in a progressive household that valued education. She defined social norms by studying engineering and the medicine. Became one of the first female doctors in Italy in 1896. While working in psychiatry, she developed an interest in the education of children with disabilities and discovered that hands-on sensory-based learning improved their development. In the 1907, she opened the first Montessori school, Casa de Bambini, in Rome, where she introduced her revolutionary educational method based on independence, freedom within limits, and a respect for a child's natural development. Her approach quickly gained international fame, and she traveled widely to train teachers and promote her method. Montessori spent many years in India during World War II, where she developed a concept of cosmic education and trained thousands of teachers. Deeply committed to peace and human rights, she was nominated for the Nobel Peace Prize 3 times. She continued to write and lecture into her 80s, advocating for education as a path to peace. Maria Montessori died on May 6, 1952 in the Netherlands, leaving behind a lasting legacy taught the Montessori method, which is still used in thousands of schools around the world today. Thank you all. Thank you all for your attention and participation. Thank you, ma'am. Good afternoon, Miss. Good afternoon. മിസ്, ഞാൻ അജിതയാണ്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയത്. മലയാളത്തിലാണ് ഞാൻ എഴുതിയതായിരുന്നു. മതി മതി. ഓക്കേടാ. ഏതാണോ ലാംഗ്വേജ് കംഫർട്ടബിൾ അതിൽ പറഞ്ഞു കേട്ടോ. അജിത ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പറയട്ടെ? സ്റ്റാർട്ട് ചെയ്തോ. Good afternoon, ma'am. Ma'am, ഇതെന്തെന്ന് അറിഞ്ഞിട്ടാ? സ്റ്റാർട്ട് ആയി സോറി മാം. മാം ഇതെന്ത് ടോപ്പിക് കൊടുത്തിട്ടുണ്ടായാ എന്തെന്ന് അറിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ് ഞാൻ അറ്റൻഡ് ആയിട്ടാ. ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു ടോപ്പിക്. സോറി മാം, വോയിസ് ബ്രേക്ക് ആയി. ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു സെമിനാർ. ഓക്കെ മാം, താങ്ക് യു. Good afternoon, Miss, and good afternoon. Today I will talk about Maria Montessori. Maria Montessori 1870 ആഗസ്റ്റ് ഇറ്റലിയിലെ ചിറയൻ വാലയിൽ ജനിച്ചു. അവരുടെ കുടുംബം ഒരു കടയുടെ മുൻവശത്തെ 2ാം നിലയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. മരിയയുടെ പിതാവ് അസലാൻഡ്രോ മോണ്ടിസോറി ഒരു സിവിൽ അക്കൗണ്ടന്റായിരുന്നു. മരിയയുടെ അമ്മ റെൻലൻ
സ്റ്റോപ്പാനി തന്റെ മകളെ ഒരു സ്വതന്ത്ര ചിന്തയാക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അവർ മകളുടെ കരിയറിനും വലിയ പിന്തുണയും മരിയയുടെ ജീവിതത്തിൽ ഒരു പ്രധാന സ്വാധീനവുമായിരുന്നു. കൗമാരപ്രായത്തിൽ മരി ഒരു ടെക്നിക്കൽ സ്കൂളിൽ ചേർന്നു. ശാസ്ത്രവും ഗണിതവും പഠിച്ചു. മുമ്പ് ഒരു പെൺകുട്ടിയും പോയിട്ടില്ലാത്തിടത്തേക്ക് ധൈര്യമായി പോയി. 1896 ഇറ്റലിയിലെ മെഡിക്കൽ സ്കൂളിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിതയാണ് മരിയ മോണ്ടിസോറി. ഇവർ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ ജോലി ചെയ്തു. വീടുകളിൽ സന്ദർശിച്ചു. ഒരു മാനസിക സ്ഥാപനത്തിലെ കുട്ടികളുടെ വൈദ്യപരിചരണം നിയമിച്ചു. കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നതിന്റെ നിഗൂഢതയ്ക്ക് ഉത്തരം തേടാൻ അവരെ പ്രേരിപ്പിച്ചത് മാനസിക സ്ഥാപനത്തിലെ കുട്ടികളാണ്. സെൻസറി വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളിൽ അത്ഭുതകരമായ ഫലങ്ങൾ നേടിയതിനു ശേഷം 1898 മോണ്ടിസോറി ഓർത്തോഫെനിക് സ്കൂളിന്റെ സഹകരണ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു. അവിടെ അവർ മാനസിക വൈകല്യമുള്ള കുട്ടികളുടെയും പരിശീലനം ലഭിച്ച അധ്യാപകരുടെയും പ്രവർത്തിപ്പിച്ചു. മരിയ രോഗികളിൽ ഒരാൾ നിർമ്മിച്ച വസ്ത്രം ധരിച്ചു. 1907 ജനുവരി 6 ആദ്യത്തെ മോണ്ടിസോറി സ്കൂളിന്റെ ഉദ്ഘാടനം ദി കേസ് ഡി ബാബിനി ഇറ്റലിയിലെ റോമിലെ സാൻ ലൊറെൻഡോ ജില്ലയിൽ ആയിരുന്നു. 1913 മരിയ മോണ്ടിസോറി ചിൽഡ്രൻസുമായുള്ള തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷിൽ അതിനെ ദി മോണ്ടിസോറി മെത്തേഡ് പ്രസിദ്ധീകരിച്ച ആദ്യ വർഷം തന്നെ 17,410 കോപ്പികൾ വിറ്റു. അവരുടെ വിവർത്തകമായ ഹെലൻ ക്ലാക്കേഴ്സും അധ്യാപകരെ പരിശീലിപ്പിക്കാൻ ധാരാളം യാത്ര ചെയ്തു. 1913 അവർ ആദ്യമായി US-ലേക്ക് യാത്ര ചെയ്തു. 1915 കാലിഫോർണിയയിലാണ് അവർ US-ലെ ആദ്യ അധ്യാപക പരിശീലന കോഴ്സ് ആരംഭിച്ചത്. സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന വേൾഡ് ഫെയർ ഒരു മോണ്ടിസോറി പ്രകടന ക്ലാസ് മുറി ഉണ്ടായിരുന്നു. അത് 2 അവാർഡുകൾ നേടി. 1919 അവർ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കോഴ്സ് സ്ഥാപിച്ചു. 1915 അവർ ഇംഗ്ലണ്ടിൽ ആദ്യത്തെ അന്താരാഷ്ട്ര കോഴ്സ് സ്ഥാപിച്ചു. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കോഴ്സിന്റെ പ്രഖ്യാപനം 1919 ടീച്ചേഴ്സ് വേർഡിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഇത് എന്നേക്കുമായി, കാരണം ഇതൊരു പുതിയ വെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. 1923 മരിയ മോണ്ടിസോറിക്ക് ആദരം ലഭിച്ചു. സൈക്കാട്രി, മെഡിസിൻ, നവരത്ന ശാസ്ത്രം എന്നീ മേഖലകളിലെ വിദഗ്ധ പ്രവർത്തനത്തിന് ലെറ്റേഴ്സിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. 1920കളിലും 30കളിലും മോണ്ടിസോറി സമീപനം ലോകമെമ്പാടും വ്യാപിച്ചു. ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, അന്ന ഫ്രോയിഡ് തുടങ്ങിയ മനഃശാസ്ത്രത്തിലെയും ശിശു വികസനത്തിലെയും പല പ്രമുഖരെയും അവരുടെ പ്രവർത്തനങ്ങളിൽ സ്വാധീനിച്ചു. 1920കളുടെ അവസാനത്തിൽ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കീഴിൽ ജർമ്മനിയിലും ഇറ്റലിയിലും മോണ്ടിസോറി രീതി ഔദ്യോഗിക വിദ്യാഭ്യാസ സമ്പ്രദായമായി മാറി. 1933 ഹിറ്റ്ലർ എല്ലാ ജർമ്മൻ മോണ്ടിസോറി സ്കൂളുകളും അടച്ചുപൂട്ടി. 1938 മരിയ മോണ്ടിസോറി മകൻ മാരിയോയും തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു. മാരിയോയും 7 വർഷം ഇന്ത്യയിൽ ചെലവഴിച്ചു. 2ാം ലോക മഹായുദ്ധ സമയത്ത് അവിടെ തടവിലാക്കപ്പെട്ടു. ആദ്യ പരിശീലന കോഴ്സിൽ 300-ലധികം പേർ പങ്കെടുത്തു. ഇന്ത്യയിലായിരുന്നപ്പോൾ ആകെ 100-ലധികം അധ്യാപകരെ പരിശീലിപ്പിച്ചു. അവർ ആദ്യത്തെ മോണ്ടിസോറി എലിമെന്ററി കോഴ്സ് ആരംഭിച്ചു. ശിശുക്കളെയും കുട്ടികളെയും കുറിച്ച് പഠിപ്പിച്ചു. സ്കോട്ട്ലൻഡ് വിദ്യാഭ്യാസ സ്ഥാപനം മോണ്ടിസോറിക്ക് ഓണർഷിപ്പ് ഫെലോഷിപ്പ് നൽകി. 1949 10ാം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ മോണ്ടിസോറി ഇങ്ങനെ സംസാരിച്ചു: കുട്ടി സമാധാനത്തിന്റെ നിർമ്മാതാവ് എന്ന വിഷയത്തിൽ നിരവധി പ്രഭാഷണങ്ങൾ ആദ്യത്തേത് നടത്തി. 1949 1950 1959 എന്നീ വർഷങ്ങളിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിൽ അവർ നാമനിർദ്ദേശനം ചെയ്യപ്പെട്ടു. മോണ്ടിസോറി ഇങ്ങനെ പറഞ്ഞു: കുട്ടികളിൽ നിന്ന് മാത്രമേ സഹായം രക്ഷയും ലഭിക്കണമെങ്കിൽ അവ കുട്ടികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം കുട്ടികളാണ് മനുഷ്യരാശിയുടെ സൃഷ്ടാക്കൾ. 1950 81ാം വയസ്സിൽ ലണ്ടനിൽ അവസാന പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മോണ്ടിസോറി യൂറോപ്പിൽ പ്രഭാഷണം തുടർന്നു. മരിയ മോണ്ടിസോറി 1952 മെയ് 6 അന്തരിച്ചു. മോണ്ടിസോറിയോടുള്ള ആദരസൂചകമായി നിരവധി തെരുവുകളിൽ അവരുടെ പേര് നൽകി.
1965 ഇറ്റലിയിലെ ചിറേൻ വാലയിലുള്ള മോണ്ടിസോറിയുടെ ജന്മസ്ഥലത്ത് അവരെ ആദരിക്കുകയും ഓർമ്മിപ്പിക്കാനും ടാബ്ലറ്റ് സ്ഥാപിച്ചു. താങ്ക് യു മിസ്. താങ്ക് യു അജിത, നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരാണ്? മിസ് ഞാൻ പറയാം. രശ്മി. ഞാൻ ഓക്കെ ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഷെയർ ചെയ്തോടാ. മിസ് ഞാൻ 2 ഡിവൈസിൽ നിന്ന് കയറുന്ന കേട്ടോ. എൻ്റെ ലാപ്പിന് മൈക്ക് പ്രശ്നമായതുകൊണ്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് ലാപ്പിൽ നിന്ന് പ്രസന്റ് ചെയ്യുവാണേ. Good afternoon all. Maria Montessori. Maria Montessori, 1870-1952, was an Italian physician and educator, best known for developing the Montessori method of education, a child-centered approach emphasizing self-directed activity, hands-on learning, and collaborative play. She was a pioneer in early childhood education, and her method is still widely used in schools around the world today. മരിയ മോണ്ടിസോറി ഒരു ഇറ്റാലിയൻ ഡോക്ടറും അധ്യാപികയുമായിരുന്നു. സ്വയം നിയന്ത്രിത പ്രവർത്തനം, പ്രായോഗിക പഠനം, സഹകരണപരമായ കളി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള സമീപനമായ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചെടുത്തതിലൂടെയാണ് അവർ പ്രശസ്തയായത്. ബാല്യകാല വിദ്യാഭ്യാസത്തിൽ അവരുടെ രീതി ഇന്നും ലോകമെമ്പാടുമുള്ള സ്കൂളുകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. Early life and education. Born in Italy, Maria Montessori was one of the first women to graduate from University of Rome Medical School. ഇറ്റലിയിൽ ജനിച്ച മരിയ മോണ്ടിസോറി റോം യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിതകളിൽ ഒരാളായിരുന്നു. She initially pursued engineering but later shifted to medicine, graduating in 1896 as one of the Italy's first female physicians. Her medical work, particularly with children with intellectual and developmental disabilities, ignited her passion for education and led her to develop innovative teaching methods. ആദ്യം എഞ്ചിനീയറിംഗ് പഠിച്ചെങ്കിലും പിന്നീട് വൈദ്യശാസ്ത്രത്തിലേക്ക് മാറി 1896 ഇറ്റലിയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി ബിരുദം നേടി. പ്രത്യേകിച്ച് ബുദ്ധിപരവും വികാസപരവുമായ വൈകല്യങ്ങളുള്ള കുട്ടികളുമായുള്ള അവരുടെ വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തോടുള്ള അവരുടെ അഭിനിവേശത്തെ ജ്വലിപ്പിക്കുകയും നൂതനമായ അധ്യാപന രീതികൾ വികസിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. Key contributions and legacy. Founded the Casa dei Bambini Children's House in 1907, she opened her first school in a low-income area of Rome, establishing a prepared environment where children could learn independently through exploration and specially designed material. കാസ ഡെ ബാമിനി, കുട്ടികളുടെ വീട്. 1907 റോമിലെ ഒരു താഴ്ന്ന വരുമാനമുള്ള പ്രദേശത്ത് അവർ തന്റെ ആദ്യത്തെ സ്കൂൾ തുറന്നു. പര്യവേഷണത്തിലൂടെയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മെറ്റീരിയലുകളിലൂടെയും കുട്ടികൾക്ക് സ്വതന്ത്രമായി പഠിക്കാൻ കഴിയുന്ന ഒരു തയ്യാറായ അന്തരീക്ഷം അവർ സ്ഥാപിച്ചു. Developed the Montessori method. This child-centered approach emphasizes self-directed learning, hands-on activities, and a multi-age classroom environment. Key principles include respect for child, recognizing each child's individuality and supporting their unique learning journey. The absorbent mind, the idea that young children effortlessly absorb information from their surrounding. Sensitive periods, specific windows of opportunity during which children are particularly receptive to acquiring certain skills and knowledge. The prepared environment, a carefully structured and aesthetically pleasing classroom that fosters independence and exploration. Auto-education, the belief that children are capable of teaching themselves with proper guidance and resources. Montessori രീതി. കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഈ സമീപനം സ്വയം നിയന്ത്രിത പഠനം, പ്രായോഗിക പ്രവർത്തനങ്ങൾ, വ്യത്യസ്ത പ്രായത്തിലുള്ളവർ പങ്കെടുക്കുന്ന ക്ലാസ് മുറികളുടെ അന്തരീക്ഷം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. മോണ്ടിസോറി രീതിയുടെ കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടിയോടുള്ള ബഹുമാനം. ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ അതുല്യമായ പഠനയാത്രയെ പിന്തുണയ്ക്കുക. ആഗീരണം ചെയ്യുന്ന മനസ്സ്.
കൊച്ചുകുട്ടികൾ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നു എന്ന ആശയം. സെൻസിറ്റീവ് കാലഘട്ടങ്ങൾ. കുട്ടികൾ ചില കഴിവുകളും അറിവുകളും നേടുന്നതിന് പ്രത്യേകിച്ച് സ്വീകാര്യത കാണിക്കുന്ന പ്രത്യേക അവസരജാലകങ്ങൾ. തയ്യാറാക്കിയ പരിസ്ഥിതി. സ്വാതന്ത്ര്യവും പര്യവേക്ഷണവും വളർത്തിയെടുക്കുന്ന ശ്രദ്ധാപൂർവം ഘടനാപരവും സൗന്ദര്യാത്മകവുമായ ഒരു ക്ലാസ് മുറി. സ്വയമേവയുള്ള വിദ്യാഭ്യാസം. ശരിയായ മാർഗനിർദ്ദേശങ്ങളും വിഭവങ്ങളും ഉപയോഗിച്ച് കുട്ടികൾ സ്വയം പഠിപ്പിക്കാൻ പ്രാപ്തരാണെന്ന വിശ്വാസം. Global impact. Montessori's work gained international recognition, leading to the establishment of Montessori schools and training centers worldwide. ആഗോള സ്വാധീനം. മോണ്ടിസോറിയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര അംഗീകാരം നേടി. ഇത് ലോകമെമ്പാടും മോണ്ടിസോറി സ്കൂളുകളും പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. Advocacy for peace and education. Influenced by her experience during World War II, Montessori advocated for education as a means to foster peace and understanding. She was nominated for Nobel Peace Prize 3 times. സമാധാനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് സ്വാധീനം ചെലുത്തിയ മോണ്ടിസോറി സമാധാനവും പരസ്പര ധാരണയും വളർത്തുന്നതിനുള്ള ഒരു മാർഗമായി വിദ്യാഭ്യാസത്തിനെ കണ്ടു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് 3 തവണ അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. Enduring legacy. Today, thousands of Montessori schools operate globally, continuing to build upon her vision and impacting the lives of countless children. Her influence can be seen in modern educational practices, particularly in the emphasis of individualized learning, hands-on exploration, and respecting the child's natural curiosity. ഇന്നും നിലനിൽക്കുന്ന പാരമ്പര്യം. ഇന്ന് ലോകമെമ്പാടും ആയിരക്കണക്കിന് മോണ്ടിസോറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും എണ്ണമറ്റ കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ആധുനിക വിദ്യാഭ്യാസ രീതികളിൽ പ്രത്യേകിച്ച് വ്യക്തിഗത പഠനത്തിനും പ്രായോഗിക പര്യവേഷണത്തിനും ഊന്നൽ നൽകുന്നതിലും കുട്ടിയുടെ സ്വാഭാവിക ജിജ്ഞാസയെ ബഹുമാനിക്കുന്നതിലും അവരുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. മരിയ മോണ്ടിസോറി's enduring legacy lies in her unwavering belief in the child's potential and her dedication to create an educational system that nurture their natural desire to learn and become well-rounded individuals. കുട്ടിയുടെ കഴിവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലും പഠിക്കാനും സമർത്ഥരായ വ്യക്തികളാകാനുമുള്ള അവരുടെ സ്വാഭാവിക ആഗ്രഹം പരിപോഷിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കുന്നതിനുമുള്ള അവരുടെ സമർപ്പണത്തിലുമാണ് മരിയ മോണ്ടിസോറിയുടെ പാരമ്പര്യം കുടികൊള്ളുന്നത്. ഡെത്ത്. Montessori died of a cerebral hemorrhage on 6th May 1952 at the age of 81 in Netherlands. 1952 മെയ് 6-ന് 81 വയസ്സുള്ളപ്പോൾ നെതർലാൻഡ്സിൽ വെച്ച് സെറിബ്രൽ രക്തസ്രാവം മൂലമാണ് മോണ്ടിസോറി അന്തരിച്ചത്. താങ്ക് യു. നന്നായി രശ്മി. താങ്ക് യു മിസ്. ഇനി ആരാണ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഞാനൊന്നും പറഞ്ഞുകൊണ്ട്. മാം ഞാൻ പറയാം. ഫാത്തിമ. പേരെന്താണ്? ഫാത്തിമ. ഓക്കെ പ്രസന്റ് ചെയ്തോട്ടോ. Good afternoon, ma'am, and good afternoon, my dear friends. Maria Montessori. Maria Montessori was born in Ancona, Italy in 1817. When she was 12, her parents moved to Rome and encouraged her to become a teacher, the only career open to the woman at that time. She was first interested in mathematics and decided on engineering, but eventually became interested in biology and finally determined to enter medical school. In 1896, she became the first woman to graduate from the University of Rome Medical School and joined the staff of the university's psychiatric clinic. As part of her duties, she visited children committed to the insane asylums. She became convinced these mentally deficient children could profit from special education and studied the work of pioneers Jean Ittard and Edward Seguin. Montessori was named director of the State Orthopedic School in 1889. She worked with the children there for 2 years. All day she taught in the school and then worked preparing new materials, making notes and observations and reflecting on her work. These 2 years she regarded as her 2 degree in education. To her amazement, she found these children could learn many things that had seemed impossible. This conviction led Montessori to devote her energies to the field of education for the remainder of her life. Dr. Montessori returned to the University of Rome to study philosophy, psychology, and anthropology. She also served on the staff of the Women's Training College in Rome, one of the 2 women's colleges in Italy at that time.
practiced in the clinics and hospitals in Rome, and carried on a private practice of her own. In 1907, she was asked to direct a daycare center in a housing project in the slum section of San Lorenzo, Italy. Montessori accepted, seeing this as her opportunity to begin her work with normal children. She was to have the care of 60 children between the age of 3 to 7, while their illiterate parents were working. The sparse furniture was similar to that used in an office or home, and the only education equipment was the pieces of sensorial apparatus Montessori had used with her mentally defective children. Montessori says she had no special system of instruction she wished to test at this point. She wanted to compare the reactions of normal children to her special equipment with those of her mental defectives. She attempted to set up as natural an environment as possible for the children, and then relied on her own observations of what occurred. After instructing the teacher in the use of sensorial apparatus, she remained in the background and waited for the children to reveal themselves to her. There was one startling development of direct academic significance. Montessori had not intended to expose children so small to any activity bearing on writing and reading. The mothers began to beg her to do so. She finally gave the 4 and 5-year-old some sandpaper letters to manipulate and trace over with their fingers. Some children eventually began to connect sounds with the letters and to try to sound out and put together words. Soon they had taught themselves to write. They would read the words they had written, but were uninterested in those anyone else had written. They then began to read with the same enthusiasm that they had written, reading every extraneous item in their environment, street signs, in shops, etc. They showed a little interest in books, however, until one day a child showed the other children a torn page from a book. He announced there was a story on it and read it to others. It was then that they seemed to understand the meaning of books. They began reading them with the explosion of energy they had previously exhibited in writing and reading words encountered at random in their environment. The process was interesting on 3 counts. 1. Spontaneity and direction of this activity from the beginning belonged to the children. 2. The usual process of reading preceding writing was reversed. 3. The children involved were only 4 and 5 years old. In observing all these developments in the children, Montessori felt she had identified significant and hitherto unknown factors about children's behavior. She also knew that in order to consider these developments as representing universal truths, she must study them under different conditions and be able to reproduce them. In this period, that the same year, a second school was opened in San Lorenzo, a third in Milan, and a fourth in Rome in 1908, the latter for children of well-to-do parents. By 1909, all of Italy and Switzerland began using Montessori's methods in their orphan asylums and children's houses. Word of Montessori's work spread rapidly. Visitors from all over the world arrived at the Montessori schools to verify with their own eyes the reports of these remarkable children. Montessori began a life of world travel, establishing schools and teacher training centers, lecturing and writing. The first comprehensive account of her work, The Montessori Method, was published in 1909. Montessori made her first visit to the United States for a brief lecture tour in 1912. An American Montessori Association was formed with Mrs. Alexander Graham Bell as president and Miss Margaret Wilson, President Woodrow Wilson's daughter, as secretary. So pleased was Montessori with her reception here, she returned in 1915, this time to give a training course in California. During this visit, a Montessori class was set up at the San Francisco World's Fair and received much attention. During the years 1916 to 1918, Montessori herself traveled between Spain, where she was directing the seminary Laboratory de Pedagogia at Barcelona, and the United States. Except for the temporary closing of Montessori schools in countries taken over by the Nazi and fascist regimes, Montessori continued to flourish in other parts of the world without interruption. Much of the work today is directed by the Association Montessori International with headquarters in Amsterdam. Montessori was appointed government inspector of schools in Italy in 1922. However, she was increasingly exploited by the fascist regime, and by 1931 she had begun to work chiefly out of Barcelona,
and she established permanent residence in the Netherlands. Her work was interrupted in 1939 when she went to India to give a 6-month training course and was interned there as an Italian national for the duration of World War II. She established many schools, however, in India, and today it is an active Montessori center. Montessori died in Netherlands in 1952, receiving in her later years honorary degrees and tributes for her work throughout the world. Thank you, ma'am. എന്നിട്ട് ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തത് നന്നായിട്ടുണ്ട്. നമുക്ക് നമ്മൾ ടെസ്റ്റിൽ എന്തൊക്കെയാണ് മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് എടുത്താണോ? അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനും ഒരു എഡ്യൂക്കേറ്ററും കൂടിയാണ്. 1870 1952 കാലഘട്ടത്തിലാണ് മരിയ മോണ്ടിസോറി ജീവിച്ചിരുന്നത്. മരിയ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 2 വേൾഡ് വാറും ഫേസ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു മരിയ മോണ്ടിസോറിയുടെ. ഫസ്റ്റ് വേൾഡ് വാറും അതേപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറും മരിയ മോണ്ടിസോറി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മരിയ മോണ്ടിസോറി നാച്ചുറലി എന്താ പറയാ, കുട്ടികളെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞാല് മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അവർക്ക് അവർക്ക് ലേൺ ചെയ്യാനുള്ള ഒട്ടും കപ്പാസിറ്റി ഇല്ല. മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തത് അവർക്ക് ലേണിംഗ് കപ്പാസിറ്റി എന്തുകൊണ്ടാണ് ഇല്ലാത്തത്, അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് അവർക്ക് ലേൺ ചെയ്യാൻ പറ്റാത്തത് എന്നൊരു പോയിന്റിലേക്ക് വരും. അവർക്ക് സെൻസറി മെറ്റീരിയൽസ്, അതിൽ കാണുന്ന സെൻസറി മെറ്റീരിയൽസിന്റെ ഒരു ഏകദേശ രൂപം അവർക്കത് പ്രിപ്പയർ ചെയ്യും, അത് വെച്ച് ട്രെയിൻ ചെയ്യുകയും ചെയ്തു. അതിലൂടെ ആ കുട്ടികൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടപ്പോൾ മരിയ മോണ്ടിസോറി ചിന്തിച്ചു, ഇത് എന്തുകൊണ്ട് നോർമൽ കുട്ടികളിൽ കൊണ്ടുവരാൻ എന്തോരം മാറ്റങ്ങൾ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ഈ വേൾഡ് വാറും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഈ മോണ്ടിസോറി മെത്തേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വേൾഡ് വാറിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണ്, ശരിക്കും പറഞ്ഞ കുട്ടികളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുതിർന്ന വ്യക്തികളാണ്. അഡൾട്ടിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അഡൾട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ ആരായിരുന്നു? ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലെ മുതൽ അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല പേഷ്യൻസ് ഉള്ള, നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അഡൾട്ടിനെ നമ്മുടെ വേൾഡിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഈ 2 കാര്യങ്ങളുടെ ഒരു ബേസിലാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങള് ഇപ്പോ നമ്മുടെ മരിയ മോണ്ടിസോറി ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്കൂള് എവിടെയായിരുന്നു? സാൻ ലൊറൻസോ, ഒരു സ്ലംസ് ഏരിയയിലായിരുന്നു. സ്ലംസ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ചേരി പ്രദേശമാണ്. അവിടെ എന്താ പറയാ, അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അത്രയും ഭയങ്കര വയലന്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു സ്ലംസ് ഏരിയ ഉണ്ടായിരുന്നത്. ആ കുട്ടികളിലാണ് ആദ്യം ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തത്. അവിടെ വെച്ച് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്ത കുറെ പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മോണ്ടിസോറിയുടെ ഒരു അസംഷൻസും ഒബ്സർവേഷന്റെ ഒക്കെ ബേസിലാണ് ഏത് മെത്തേഡ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്? മോണ്ടിസോറി മെത്തേഡ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാല് ഒരു കുട്ടി നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യിക്കണം. കുട്ടികളെ കൊണ്ട് അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യിച്ച് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിലൂടെയാണ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നത്. അവർ ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമാണ് അവർക്ക് സെൽഫ് കോൺഫിഡൻസും ഇൻഡിപെൻഡന്റ് ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മരിയ മോണ്ടിസോറി പറയുന്നത് വെച്ചാൽ കുട്ടികൾ അവർ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യിക്കാം. അതേപോലെ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യിക്കുന്ന ആ ഒരു ശീലം മാറ്റാം. ഏറ്റവും മെയിൻ ആയിട്ട് ആരാണ്? അമ്മയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ശീലിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ നമ്മളവിടെ ടീച്ചർ എന്നല്ല നമ്മൾ പറയുന്നത്.
മോണ്ടിസോറിയില് നമ്മള് ടീച്ചർ എന്നുള്ള വേർഡല്ല പറയുന്നത്, അല്ലെ? എന്താ അതിന് പകരം പറയുന്നത്? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആരാകാണ്, ഓരോ കുട്ടിയുടെയും ഫെസിലിറ്റേറ്റർ ആവാണ്, മെന്റർ ആവാണ്, അല്ലെ? അവർ ട്രെയിൻ ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ടീച്ചർ എന്ന് ഉള്ളതിനുപരി നമ്മൾ ഫെസിലിറ്റേറ്റർ ആണ്. അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, അവരുടെ ഒബ്സർവേഷൻസ് സൂപ്പർവൈസ് ചെയ്യുക, ഇൻഡിവിജ്വലി അവർ എന്തെല്ലാം കാര്യങ്ങളാണ് പെർഫോം ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ഇന്റർവെൻഷൻ വേണ്ട സിറ്റുവേഷനിൽ മാത്രം നമ്മൾ അവർ എന്ത് ചെയ്താൽ മതി, ഇന്റർവെൻസ് ചെയ്താൽ മതി. അവരെ എക്സ്പ്ലോർ ചെയ്യട്ടെ, അവരുടെ ചുറ്റുപാടും അവരുടെ എൻവയോൺമെന്റ് അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ. സെൽഫ് എഡ്യൂക്കേഷൻ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾ സ്വയമേ ഓരോ കാര്യങ്ങൾ, സെൽഫ് കൺസ്ട്രക്ഷൻ, അവർ സ്വയമേ ഓരോ കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യട്ടെ. സെൽഫ് എഡ്യൂക്കേഷൻ അതും മരിയ മോണ്ടിസോറിയുടെ ഒരു മെത്തേഡാണ് സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ സ്വയമേ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യട്ടെ, കാര്യങ്ങൾ അറിയട്ടെ എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കെ. Okay, ma'am. Dr. Maria Montessori, the founder of the Montessori method of education, was an Italian physician and educator, 1870 to 1952. Dr. Montessori evolved her educational philosophy as a result of her observation on how children naturally learn. In spite of economic progress and technological advancement in the world, Dr. Montessori saw that human dispute and suffering instead of peace and harmony continuously plagued the modern world. She believed that the two and harmony continuously plagued the modern world. She believed that the two world war which she had lived through and existing social problem like cruelty, oppressions and poverty has their roots in the lack of self fulfillment of man. Through educating young, she recommended that the new generation of a fulfilled and well-balanced adult world arrive to lead the world towards the peace. Thank you, ma'am. ഓക്കെ. അപ്പോ ഡോക്ടർ മരിയ മോണ്ടിസോറി ആരാണ്? നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ ആണ് ആര്? ഡോക്ടർ മരിയ മോണ്ടിസോറി. ഇറ്റാലിയൻ ഫിസിഷ്യൻ ആൻഡ് എഡ്യൂക്കേറ്റർ ആണ്. കാലഘട്ടം നോക്കി വെക്കുക, 1872 1952 ആണ്. ശരിക്കും മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് നാച്ചുറലി ലേൺ ചെയ്യുന്നു എന്നാ പറയുന്നത്. കുട്ടികൾ ഓരോ കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അവർ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യാണ്, ലേൺ ചെയ്യാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നാച്ചുറലി കാര്യങ്ങൾ ലേൺ ചെയ്യാണ്. മരിയ മോണ്ടിസോറി വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ് എക്കണോമിക് പ്രോഗ്രസ്. ആ ഒരു ടൈമിൽ എക്കണോമിക് പ്രോഗ്രസ് കൂടുതലായിരിക്കും, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, മിലിറ്ററി പവർ ആൻഡ് എന്താ പറയാ ആറ്റോമിക് എനർജിയുടെ യൂട്ടിലൈസേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ ഡോക്ടർ മരിയ മോണ്ടിസോറി കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് അത് ഹ്യൂമൻ ഡിസ്പ്യൂട്ടുകളും സഫറിങ്സിനും കാരണമായി. മോഡേൺ വേൾഡില് ഹാർമണിയും അതേപോലെ തന്നെ പീസിനും പകരം എന്തായിരുന്നു ഈ ഡിസ്പ്യൂട്ടുകളും സഫറിങ്സും ആണ്. മരിയ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് വേൾഡ് വാറിലൂടെയും മരിയ മോണ്ടിസോറി കടന്നു പോയിട്ടുണ്ട്. ഈ രണ്ട് വേൾഡ് വാറും നമ്മുടെ സൊസൈറ്റിയില് സോഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഓപ്പറേഷൻ ആൻഡ് പോവർട്ടി. അപ്പൊ ഇതെല്ലാത്തിനും റൂട്ടായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സെൽഫ് ഫുൾഫിൽമെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ്. നമുക്കറിയാലോ, നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു നീഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു നീഡ്സിൽ. ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ഇതെല്ലാം വന്നത്. ശരിക്കും പറഞ്ഞാൽ വേൾഡ് വാറൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയാണെങ്കിലും രാജ്യങ്ങള് തമ്മിലാണ് ശത്രുതയെങ്കിലും അവരെ ആരാണ് പവർ കൂടുതൽ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ഇന്റൻഷൻ ആയിരുന്നു ഈ വേൾഡ് വാറിന്റെ ഒക്കെ കാരണങ്ങള്. അപ്പോ
ഒരു നമ്മളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളായിരുന്നു ഈ വേൾഡ് വാറുകൾ. അതുകൊണ്ടാണ് നമ്മൾ വാറ് വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പേടിയാണ്. കാരണം കൂടുതലായിട്ട് അത് സഫർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളും അതേപോലെ സ്ത്രീകളുമാണ്. വാറിലൊക്കെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ആരാണ്? കുട്ടികളും സ്ത്രീകളുമാണ്. ത്രൂ ദി എഡ്യൂക്കേറ്റിംഗ് യങ്. അപ്പൊ മരിയം മോണ്ടിസോറി റെക്കമെൻഡ് എന്താ ചെയ്തത്? എല്ലായിട്ടുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഒരു ജനറേഷനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ നമുക്കൊരു ന്യൂ ജനറേഷൻ ഓഫ് ഫുൾഫിൽ ആൻഡ് ബാലൻസ് അഡൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് ആര് വിശ്വസിച്ചിരുന്നു? മരിയം മോണ്ടിസോറി വിശ്വസിച്ചിരുന്നു. അപ്പോ ഇതിന്റെ ബേസില് ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. ഓക്കെ, മരിയം മോണ്ടിസോറി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് ഫെഡബിൾ ഓക്കെ വിശ്വസിച്ചിരുന്നു. അവിടെ വരെയും ഓക്കെയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ റീഡ് ചെയ്യുന്നേ? വായിക്കാം മാം. ഓക്കേടാ. സെക്കൻഡ് പാരഗ്രാഫ് അല്ലേ? While she was working as a medical practitioner, she had to manage some feeble-minded children. She found that mental breakdown is caused by the dullness of the senses, and hence by training their senses, they could be helped to learn better. Later, she designed methods for sensory training of normal children too. Thus, she got into the field of education and became a renowned educationist by organizing the special method known after her name as the Montessori method. ഓക്കെ കേട്ടോ. അപ്പൊ മോണ്ടിസോറി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന കാലഘട്ടം നമ്മളിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ അതെങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തില് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് ആ ഒരു ഡിഗ്രി അക്വയർ ചെയ്യാൻ വേണ്ടി മോണ്ടിസോറി ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. കാരണം ആരും ആ സമയത്ത് വുമൺ സ്ത്രീകള് ഇതിലേക്ക് മെഡിക്കൽ പ്രാക്ടീഷണറിലേക്ക് വന്നിരുന്നില്ല. ഡോക്ടർ ആവാ ഒരു ഡ്രീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ വുമൺ ആയിരുന്നു ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ആയ ആദ്യത്തെ മെഡിക്കൽ പ്രാക്ടീഷണർ, ഫീമെയിൽ മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു അത് മരിയം മോണ്ടിസോറി. സോ ഈ ഒരു ടൈമില് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫെഡബിൾ മൈൻഡഡ് ആയിട്ട് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് മരിയം മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർക്കൊരു കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റാത്തത്. അപ്പം നമുക്കറിയാം മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒട്ടും ലേണിംഗ് പവർ കുറവാണ്. സോ അപ്പോ അത് അവരുടെ ഡൾനെസ് ഓഫ് സെൻസ്, അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ലേൺ ചെയ്യാൻ പറ്റാത്തതെന്ന് കണ്ടെത്തുകയും അവർക്ക് സെൻസറി ട്രെയിനിങ് കൊടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. സെൻസറി ട്രെയിനിങ് കൊടുത്തപ്പോൾ ഈ കുട്ടികളുടെ ഒത്തിരി മാറ്റങ്ങൾ, ചേഞ്ചസ് മരിയം മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. സോ ഈ ഒരു ചേഞ്ചസ് അപ്പോ ഒബ്സർവ് ചെയ്തപ്പോൾ ഇത്രയും ഒട്ടും ലേൺ ചെയ്യാൻ പറ്റാത്ത കുട്ടികളിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് നോർമൽ കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന എന്നൊരു തിങ്കിങ്ങിൽ നിന്നാണ് നമ്മൾ ഇന്നീ കാണുന്ന മോണ്ടിസോറി സ്കൂളിന്റെ ചെയിൻ ഓഫ് സ്കൂളിന്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മരിയം മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരെയും അതേപോലെ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ട് മാറിയും മരിയം മോണ്ടിസോറി സ്പെഷ്യൽ മെത്തേഡ് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ദെൻ എപ്പോഴും നമ്മള് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? മുതിർന്ന ഒരു വ്യക്തിനെയാണ്. അഡൽട്ട് ആയി കഴിഞ്ഞാൽ മുതിർന്നു കഴിഞ്ഞാൽ നീ അങ്ങനെ ചെയ്യരുത്, മുതിർന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ മുതിർന്നവരോട് പറയാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞൊരു മുതിർന്ന വ്യക്തി ആവുന്നതിന് മുമ്പ് അവന് കണ്ടിന്യൂസ് ആയിട്ടൊരു ചൈൽഡ്ഹുഡ് ഉണ്ട്, അഡൾട്ട്ഹുഡ് ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ്ഹുഡ്, അഡോളസൻസ്. അപ്പൊ കുട്ടികളിലാണ് നമ്മൾ ആദ്യം എന്ത് കൊണ്ടുവരുന്നത്? ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അങ്ങനെ കുട്ടികളിലൂടെ മാത്രമാണ് നമുക്കൊരു ബെറ്റർ ന്യൂ വേൾഡ് നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ വേൾഡിന് കൊടുക്കാൻ പറ്റുള്ളൂ. ന്യൂ ബാലൻസ്ഡ് അഡൽട്ട്സിനെ നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൽട്ട്സിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കുട്ടികളിലൂടെ മാത്രം പോസിബിൾ ആകുമെന്ന് മരിയം മോണ്ടിസോറി വിശ്വസിച്ചിരുന്നു. തേർഡ് പാരഗ്രാഫ് ട്ടോ. ഞാൻ വായിക്കാം മാം. ഓക്കേടാ. While society had often inclined to focus on the adult, Montessori believed that as the adult came into being from the child through the years of hard work, patience, care, study, and practice centered on the protection of children's rights and welfare would be the key to progress in society. However, Montessori observed that education singly was not good enough unless parents and teachers had the right assumptions about children.
ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ഹാർഡ് വർക്കിലൂടെയും നല്ല പേഷ്യൻസിലൂടെയും കെയറോട് കൂടിയൊക്കെയാണ് നമുക്ക് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ അഡൾട്ട്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മോണ്ടിസോറി വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും, നിങ്ങൾ ഇനി ടീച്ചേഴ്സ് ഒക്കെ ആവുമ്പോൾ ഓവർ എന്താ പറയാ അസംഷൻ, ഓവർ എക്സ്പെക്ടേഷൻ നമ്മുടെ കുട്ടികളോട് നമുക്ക് വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഓവറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവർക്കതൊരു പ്രഷറാണ്, കാരണം അത് അവർ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓവറായിട്ട് കുട്ടികളെ അത് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, അസംഷൻസ് ഒന്നും വേണ്ട. കുട്ടികൾ എങ്ങനെയാണോ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി an adult must realize that he must take second place. അഡൾട്ട് റിയലൈസ് ചെയ്യണം. ആരാണ് അഡൾട്ട്? നമ്മൾ ടീച്ചേഴ്സും, അതേപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഫെസിലിറ്റേറ്ററും അതേപോലെ തന്നെ മദേഴ്സ് ഒക്കെ നമ്മൾ തിരിച്ചറിയാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കുട്ടിയുടെ ലൈഫിൽ സെക്കൻഡ് പ്ലേസ് ആണുള്ളത്. ഫസ്റ്റ് പ്ലേസ് ആർക്ക് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, കുട്ടിക്ക് തന്നെ വേണം. കുട്ടിയുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുട്ടി നല്ലൊരു അഡൾട്ടായിട്ട് സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ സ്വന്തം കാര്യങ്ങൾ സ്വയമേ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അവന് നല്ല കോൺഫിഡൻസ് കിട്ടും. സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ആക്ടിവിറ്റി അവൻ തന്നെ ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് കിട്ടും? സെൽഫ് കോൺഫിഡൻസ് കിട്ടും. പിന്നീട് അവൻ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ വീണ്ടും ചെയ്യാൻ പറയുമ്പോൾ അവൻ നല്ല കോൺഫിഡൻസോട് കൂടി അവൻ എന്ത് ചെയ്യും? ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും അഡൾട്ട്സിന് സെക്കൻഡ് പ്ലേസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് തന്നെ കൊടുക്കണം? കുട്ടിക്ക് തന്നെ കൊടുക്കണം. അവൻ സെലക്ട് ചെയ്യട്ടെ, അവൻ ഓരോ തീരുമാനങ്ങൾ എടുക്കട്ടെ. അപ്പൊ ഡിസിഷൻസ് ഒക്കെ ചെറിയ ചെറിയ ഡിസിഷൻസ്, ഒത്തിരി വലുതല്ല, ചെറിയ ഡിസിഷൻസ്, അവനെ റിലേറ്റ് ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങളിൽ പോലും നമ്മൾ അവനെ എന്ത് ചെയ്യുക? പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു അഡൾട്ടിനെ വാർത്തെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പാരഗ്രാഫ്. രശ്മി, നെക്സ്റ്റ് പാരഗ്രാഫ് റീഡ് ചെയ്യോ? ഫോർത്ത് വൺ. വായിക്കട്ടെ മാം. ഓക്കെ. The adult must realize that he must take second place, venture all the aims of the mother and teacher. If the child's personality is to be helped to develop as the child is weaker, the adult with his stronger personality must hold himself in check and taking his lead from the child, feel proud if he can understand and follow him. It is important to liberate the child from his role of dependency on adults if he is to develop into a truly free and independent person, said Montessori. അപ്പൊ മോണ്ടിസോറി പറഞ്ഞത് ഒരു കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീ ആയിട്ടും വളർന്നുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? വളർത്തണം. നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യുക വേണം. കുട്ടികളുടേതായ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നല്ലൊരു അഡൾട്ട് ആയിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരാനായിട്ട് പറ്റുള്ളൂ. സോ ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും വീട്ടിൽ, ചെറിയ ടാസ്കുകളായിരിക്കും നമ്മൾ അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യിക്കാം. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മളൊരു ക്ലാസ് റൂമില് അല്ലെങ്കിൽ ക്ലാസ്സിലാണ് ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മനസ്സിലായി, കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലായി ഒരു കുട്ടി അതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ കുട്ടിക്ക് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയും അവരെ ഇൻഡിപെൻഡന്റ് ആക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ഓക്കെ, ഇനി ഇത്രയുമാണ് മരിയ മോണ്ടിസോറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ മരിയ മോണ്ടിസോറിന്റെ ഒബ്സർവേഷൻസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അതിന് മുമ്പ് ഞാൻ കാര്യം ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നോ ലാസ്റ്റ് ക്ലാസ്സിൽ? മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇല്ല? മരിയ മോണ്ടിസോറിയെ പറ്റി പ്രിപ്പയർ ചെയ്യാൻ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മള് ആക്ടിവിറ്റീസ് എവിടെ വെച്ച് നടത്തിയിരിക്കുന്നേ? സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽസ് കഴിഞ്ഞു, ചാർട്ട് കഴിഞ്ഞു. ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും കഴിഞ്ഞു. കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? ഹെൽത്തി ഹാബിറ്റ്സിന്റെ ചാർട്ട്, ആക്ഷൻസ് ആക്ഷൻസ് ഒന്നും ചെയ്തു. ഇത്രയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ? ഓക്കെ, ഇനി ചെറിയ ചാർട്ടുകളാണ്. ഫ്രൂട്ട്സിന്റെ ഇമേജും നെയിമും വേണം. ഫ്രൂട്ട്സിന്റെ വേണം, വെജിറ്റബിൾസിന്റെ വേണം, ഡൊമസ്റ്റിക് അനിമൽസ് വേണം, ബേർഡ്സ് വേണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡൊമസ്റ്റിക് അനിമൽസ്, ബേർഡ്സ്. ഓക്കെ, ചെറിയ ചാർട്ട് ചെയ്യണം കേട്ടോ. ചെറിയ ചാർട്ട് ഒരു 10 ഒരു 8 to 10, 6,
8 അത്രയും നമ്പേഴ്സ് വരുന്ന ഇമേജസ്, കുട്ടികൾ കോമൺ ആയിട്ട് കാണുന്ന ഇമേജസുകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഏതൊക്കെ ഒന്നുകൂടി പറയാം മാം? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡൊമസ്റ്റിക് അനിമൽസ്, ദെൻ ബേർഡ്സ്. ഓക്കെ അല്ലേ? മാം ആക്ടിവിറ്റീസ് ഒന്നും കൂടി പറയോ? ഓക്കേടാ. അതില് നമ്മള് നമ്പർ ചാർട്ടൊക്കെ ചെയ്ത പോലെ ഡൊമസ്റ്റിക് അനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ബേസിൽ 4 ചാർട്ടുകൾ ചെയ്യണം. ഇപ്പൊ ഒരു ചാപ്റ്റർ ആണ് ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണെങ്കിൽ ഏകദേശം ഒരു 10 ഫ്രൂട്ട്സ് ഇമേജസും അതിന്റെ നെയിമും അതിൽ വേണം. ഓക്കെ മാം ഓരോന്നും ഓരോ ചാർട്ടായിട്ടല്ലേ? ഓരോന്നും ഓരോ ചാർട്ടായിട്ട് ചെയ്യണം. ഇനിയിപ്പോ ഒരു വലിയൊരു ചാർട്ടർ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് 4 പീസസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കില്ലേ? അല്ലെങ്കിൽ അതേപോലത്തെ ചാർട്ട് കിട്ടും. A4 തന്നെ കിട്ടിയിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പിക്ചറൊക്കെ ഒട്ടിച്ചിട്ട് പറഞ്ഞോ ബിലാമി. പിക്ചറും വേണം, ഷെയ്ഡും വേണം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ കറക്റ്റ് ആണെങ്കിൽ എടുത്ത് കാണിച്ചു കേട്ടോ. അത് നമ്മൾ റെക്കോർഡിൽ ചെയ്തതാണ് മാം. നിങ്ങൾ കളക്ഷൻ ബുക്കിൽ ചെയ്യുന്നുണ്ട്, അത് കൂടാണ്ട് ചാപ്റ്ററിലും കൂടി ചെയ്യണം എന്നാ പറഞ്ഞേട്ടോ. ഇനി റെക്കോർഡ് ചെയ്തതിന്റെ ബാലൻസ് ആണെങ്കിൽ അതിൽ മതി. ഇതില് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്തില്ല, ജസ്റ്റ് കാണിച്ചതാണെങ്കിൽ എങ്ങനെയാ അത് പ്രിന്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് ഉള്ളത് കേട്ടോ. വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വരയ്ക്കുന്നവരാണെങ്കിൽ നന്നായി അതിനകത്ത് ചെയ്യാം. ബേർഡ്സിന്റെ ഒക്കെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. കണ്ടോ ബേർഡ്സിന്റെ അത് എത്ര പിക്ചർ വേണമെന്ന് നമ്മൾ 8 മിനിമം വേണം. 8 to 6 മിനിമം, മാക്സിമം 10. കുട്ടികൾ കോമൺ ആയിട്ട് കാണുന്ന ബേർഡ്സിന്റെ ഇമേജസ് മതി കേട്ടോ. ഓക്കെ, നിങ്ങള് ഓരോന്നായിട്ട് ഒരാഴ്ചയായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അങ്ങനെ പോരെ? ഒരാഴ്ചയായിട്ട് ഓരോന്ന്. ബേർഡ്സിന്റെ ഫസ്റ്റ്, ദെൻ അനിമൽസിന്റെ സെക്കൻഡ്, ഫ്രൂട്ട്സ് തേർഡ്, 5th വീക്ക് ആകുമ്പോഴേക്കും വെജിറ്റബിൾസിനെയും കൂടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓരോന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആണ്. പറഞ്ഞോ, എനിക്ക് പറയാനല്ലോ. അപ്പൊ മോണ്ടിസോറി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ അഡൽട്ട് മുതിർന്നവർ എന്താ ചെയ്യാം? പ്രോക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക, കോപ്പി ചെയ്യാനാണ് ശ്രമിക്കുക അല്ലെ? നമ്മൾ എന്ത് കാര്യവും എങ്ങനെയെങ്കിലും കോപ്പി ചെയ്തെടുക്കാനാണ് ശ്രമിക്കുക. ഇപ്പൊ റെക്കോർഡ് ചെയ്ത് തുടങ്ങി അല്ലെ? അതില് ആക്ഷൻ റൈംസ് ഒക്കെ എങ്ങനെ എഴുതുന്നേ? സ്വന്തം ക്രിയേഷൻ ആണോ ഒരു കോപ്പി ചെയ്യാണോ? അതിപ്പോ പറഞ്ഞതേ ഉള്ളൂ മാം, നമ്മ സ്വന്തമായിട്ട് ചെയ്യണം എന്നാ മാം പറഞ്ഞേ. ഓക്കെ, മാക്സിമം നിങ്ങൾ സ്വയമേ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആക്ഷൻ സോങ്ങുകളായാലും ആക്ഷൻ റൈംസ് ആയാലും സ്വയമേ നമ്മളുടേതായ ഒരു ക്രിയേഷൻ ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ സ്വയമേ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. പക്ഷെ ശരിക്കും അഡൽട്സ് എന്താ ചെയ്യാന്നറിയാമോ? മുതിർന്നവര് ഞാനടക്കം ചെയ്യാൻ ശ്രമിക്കാം. സിമ്പിൾ ആയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. മേ ബി കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓർ ഗൂഗിൾ, നമ്മളിപ്പോ കോപ്പി ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ അല്ലെ? ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവായിരിക്കാം. നമ്മള് മാക്സിമം നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ ഗൂഗിളിന്റെയും മറ്റ് സെർച്ച് എഞ്ചിൻസിന്റെയും എന്താ പറയാ എയുടെ ഒക്കെ സഹായങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറുണ്ടോ അങ്ങനെ? ഇല്ലാലെ? നല്ല കുട്ടികളാ, നല്ല കുട്ടികളാ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം നമ്മൾ മാക്സിമം
മാക്സിമം നമ്മൾ കോപ്പി ചെയ്യാതെ തന്നെ ചെയ്യാൻ നോക്കണം. പക്ഷെ അഡൽട്ടിന്റെ ഒരു സ്വഭാവം ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ചെയ്തൊരു വർക്ക് കോപ്പി ചെയ്യാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഒരു നിങ്ങൾ ഡിഗ്രിയിലും അതേപോലെ തന്നെ PG ഒക്കെ ചെയ്തവര് എന്താണ് ഇത് കണ്ടെത്തിയിരുന്നത് ലാസ്റ്റ് നമ്മളിത് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇത് ലാസ്റ്റ് സെമിനാർ അല്ലല്ലോ പറയാം, പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഓക്കെ, പ്രൊജക്ട് അത് ആരൊക്കെയാണ് മാക്സിമം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തത്? ആരെയും കോപ്പി അടിക്കാതെ സ്വന്തമായിട്ട് ചെയ്തവര്. അഞ്ചിപ്പോ സ്വന്തമായിട്ടാണ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ബാക്കി എല്ലാവരും ഡിഗ്രി കഴിഞ്ഞവരല്ലേ? ഏകദേശം കോപ്പിയാണ് എല്ലാവരും ചെയ്തത്. അപ്പോ സാധാരണ അഡൽട്സിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്താ ശ്രമിക്കാം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ, ഒരാൾ ചെയ്തു വെച്ച വർക്ക് തന്നെ ഏകദേശം കുറച്ച് മാറ്റങ്ങളോട് കൂടി ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇൻറ്റൻഷൻ ഉണ്ടാവും. അവർ സ്വയമേ ആ വർക്ക് വീണ്ടും ചെയ്യും. ഇപ്പൊ അവർ തെറ്റിപ്പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു ഇന്റൻഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അത് നമ്മളെ എൻഡ് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ച് റിസൾട്ട് ആയിരിക്കും മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻഡ് റിസൾട്ട് അത് പെർഫെക്റ്റ് ആയിരിക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. ആ വർക്ക് ചെയ്യുന്നതിന്റെ പ്രോസസ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ആ വർക്കിനെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്സുകളാണ് അവർ കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡ്. കുട്ടികൾ ആ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള കാരണം അവർക്ക് ആ ഒരു പ്രോസസ്സിനോടുള്ള ഇഷ്ടത്തോട് ആ ഒരു സ്റ്റെപ്സുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അപ്പോ സാധാരണയായിട്ട് അഡൾട്ട്സ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. First, the adult procreate while the child creates. The child use the environment to perfect himself. കുട്ടികൾ അവരുടെ ചുറ്റുപാടുള്ള എൻവയോൺമെന്റ് ആയിട്ട് പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ അഡൾട്ട് എന്ന് പറയുമ്പോൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യും. While the adult use himself to perfect the environment. അവൻ ചെയ്യുന്നത് അവന്റെ ചുറ്റുപാടും അവനിലേക്ക് പെർഫെക്റ്റ് ആവും. ചുറ്റുപാട് ചേഞ്ച് ചെയ്യും. എൻവയോൺമെന്റ് മാറ്റം വരുത്തിയിട്ട് അവന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും, ചേഞ്ച് ചെയ്യും. The adult is no longer developing. നമുക്കറിയാം ഒരു അഡൾട്ട് എന്ന് പറയുന്നത് ഇനി ഡെവലപ്പ് ആവാനായിട്ടില്ല. കാരണം അവന്റെ സ്പീഷീസിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. He reached the top of the species, but the child interact with the environment and absorb the impression for his psychic development. കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ എന്താണ് അവരുടെ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻവയോൺമെന്റ് അവരുടെ ചുറ്റുപാടുന്ന ഒരുപാട് കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഡൾട്ടും കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അഡൾട്ട് എപ്പോഴും എന്താണ് പ്രോക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ കുട്ടികൾ എപ്പോഴും അവന്റെ ചുറ്റുപാടായിട്ട് മിങ്കിൾ ആവാനായിട്ട് മെർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അഡൾട്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ അഡൾട്ട് എപ്പോഴും അവന്റെ ചുറ്റുപാടിനുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും, ഇപ്പൊ ഒരു ചെടി ആവട്ടെ, ഒരു പൂവാവട്ടെ, എല്ലാ കാര്യങ്ങളും അവൻ എക്സ്പ്ലോർ ചെയ്യുന്നത് കുട്ടീനോട് പറയാൻ ഇത് ഇലയാണ് അല്ലെങ്കിൽ ഇതൊരു പൂവാണെന്ന് പറയുകയാണെങ്കിൽ അവനെ ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കാനായിട്ട് നോക്കും. പക്ഷെ അഡൾട്ട് അങ്ങനെ ആയിരിക്കില്ല. അത് അവന് ഓൾറെഡി ആ ഒരു ഡെവലപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ആ ഒരു സ്പീഷീസിന്റെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവൻ ഡെവലപ്പ് ആവാനില്ല. പക്ഷെ കുട്ടികള് അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ്, ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒബ്സർവേഷൻസും ബാക്കിയുള്ള പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? മിസ് മറിയ മോണ്ടിസോറി കുറിച്ച് എഴുതാൻ പറഞ്ഞല്ലേ, അത് അസൈൻമെന്റ് ബുക്കിലായിരുന്നു എഴുതണ്ടേ? എല്ലാവരും അസൈൻമെന്റ് ബുക്കിലല്ലേ എഴുതിയത്? അല്ല, ഞാൻ മലയാളത്തിൽ എഴുതിയോണ്ട് ഞാൻ അത് പേപ്പറിൽ എഴുതി വെച്ചെന്നേ ഉള്ളൂ. ഇംഗ്ലീഷിലാക്കിയിട്ട് അസൈൻമെന്റ് ബുക്കിലാണ് ക്ലാസ് റൂമിൽ അതിന്റെ അസൈൻമെന്റ് ബുക്കിൽ എഴുതിയാ പോരാ മിസ്? അത് ഇംഗ്ലീഷിൽ എഴുതണോ? ഇംഗ്ലീഷിൽ എഴുതാനേക്ക് നല്ലത്. ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ ഒരു 100 മാർക്കിന്റെ അസൈൻമെന്റ്സ് മരിയ മോണ്ടിസോറിനെ കുറിച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ഇടണോന്ന് ചോദിക്കട്ടെ, ജസ്റ്റ് ടീച്ചറിനോട് അസൈൻമെന്റ് ഇടണോ, ക്ലാസ് റൂമിൽ ഇടണോന്ന് ഞാൻ ചോദിക്കാം കേട്ടോ. ചോദിച്ചിട്ട് പറയാം. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്?
മാം ആക്ടിവിറ്റി ഒന്നും കൂടെ പറയോ? എന്റെ ചാർട്ട് ബേർഡ്സ്, അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിനെ കുറിച്ചിട്ടുള്ള ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. പിക്ചർ മാത്രം എഴുതണോ? പിക്ചർ വേണം, എഴുതൊന്നും വേണ്ട. ഓക്കേടാ. അതിന്റെ നെയിം ചെയ്യണ്ടേ മാം? എന്താണ്? പിക്ചർ ഒട്ടിച്ചിട്ട് അതിന്റെ പേര് താഴെ എഴുതണ്ടേ? പിക്ചർ ഒട്ടിച്ചിട്ട് അതിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. അത് എക്സ്പ്ലനേഷൻ വേണോ എന്നോട് ചോദിച്ചേ. ഓക്കെ ഓക്കെ. ആരാ സൈൻ ഔട്ട് പറയുന്നേ? Good afternoon, everyone. I would like to thank you all for here a part of our class. It was pleasure and wonderful learning with all of you. Thank you, ma'am, and your hard work and dedication. Until next time, stay curious, keep exploring, and take care. Thank you. Okay, thank you all. Thank you, Miss. Thank